ഹായ്, നമ്മളിന്ന് പഠിക്കുന്നത് NIOS +2 ഇംഗ്ലീഷ് ചാപ്റ്റർ 4 ആണ്. ഫാദർ, ഡിയർ ഫാദർ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. ചാപ്റ്റർ 1, 2, 3 ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണുക. ഓക്കെ, സോ ചാപ്റ്റർ 4. അപ്പോൾ ഇതെന്താണെന്നുള്ളത് പറയാം. ഇതൊരു ആർട്ടിക്കിളാണ്, ലേഖനമാണ്. ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ അച്ചടിച്ച് വന്നിട്ടുള്ള ഒരു ലേഖനമാണ്. ഇതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഇത് എന്താണെന്നുള്ളത് പറയാം. ഒരു കുട്ടി, അവൻ കഴിഞ്ഞ വർഷം സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ അവൻ സെക്കൻഡ് ആയിപ്പോയി. ഓക്കെ, ഒരു 1/4 മാർക്കിൻ്റെ കുറവിന് അവൻ സെക്കൻഡ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അവൻ്റെ അച്ഛൻ വളരെയധികം ഈ ഭയങ്കരമായിട്ട് ഈ സ്റ്റഡീസ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് വഴക്ക് പറയുകയും കുറച്ച് ശാസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ മറുപടി കത്ത് എന്നുള്ള നിലയിൽ നമ്മുടെ കുട്ടി എഴുതുന്ന, രാഹുൽ എന്നാണ് കുട്ടിയുടെ പേര്, ആ കുട്ടി എഴുതുന്ന ലെറ്ററാണിത്. ഇതൊരു ഇമാജിനറി ലെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ശരിക്കും ഇത് എഴുതിയിട്ടുള്ളതൊന്നുമല്ല, ഇതൊരു ഇമാജിനറി ലെറ്ററാണ്. അതായത് ഇങ്ങനെ ഒരു കുട്ടി ഫസ്റ്റ് ആയിരുന്ന ഒരു കുട്ടി സെക്കൻഡ് ആയ സമയത്ത് അച്ഛൻ തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, ശാസിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എങ്ങനെയായിരിക്കും ലെറ്റർ എഴുതിയിട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ലെറ്ററാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നു, എ യങ് ബോയ് റൈറ്റ്സ് എ ലെറ്റർ ഇൻ റിപ്ലൈ ടു ദ വൺ ഹി ഹാസ് റിസീവ്ഡ് ഫ്രം ഹിസ് ഫാദർ. അപ്പോൾ ഫാദർ എന്തിനാ ലെറ്റർ ഇങ്ങോട്ട് അയച്ചത്? തീർച്ചയായിട്ടും ഈ കുട്ടി ഫസ്റ്റ് ആയിരുന്നു, അത് സെക്കൻഡ് ആയിപ്പോയി. ചെറിയ ഒരു 1/4 മാർക്കിൻ്റെ ഡിഫറൻസിന് കുഞ്ഞ് സെക്കൻഡ് ആയിപ്പോയി. രാഹുൽ എന്നാണ് കുട്ടിയുടെ പേര്. ഓക്കെ, അപ്പോൾ അതിനെ ശാസിച്ചുകൊണ്ട് നമ്മുടെ അച്ഛൻ കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ മറുപടി ആയിട്ടാണ് നമ്മുടെ കുഞ്ഞ് തിരിച്ച് കത്തെഴുതുന്നത്. എന്താണ് പറയുന്നതെന്ന് പറയാം. അപ്പോൾ ആദ്യം പറയുന്നത്, ദിസ് ഇസ് എൻ ആൻസർ ടു യുവർ ലെറ്റർ അബൌട്ട് മൈ ട്രാൻസ്ഗ്രഷൻ. ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ആയിരുന്നു, അത് എന്തോ കാരണവശാൽ നിർഭാഗ്യവശാൽ എന്തായിപ്പോയി, സെക്കൻഡ് ആയിപ്പോയി. തീർച്ചയായിട്ടും പറയുന്നുണ്ട്, കുട്ടി പറയുന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് റാങ്ക് എന്തായിപ്പോയി, സെക്കൻഡ് ആയിപ്പോയി. അതിലെനിക്ക് ഭയങ്കരധികം വിഷമമുണ്ട്. അതിലുപരി എനിക്ക് വളരെ ദേഷ്യവുമുണ്ട്. ഓക്കെ, അച്ഛൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിരുന്നു, ചോദ്യം വായിച്ചിട്ട് ഉത്തരം എഴുതുന്നതിന് മുന്നേ 2 പ്രാവശ്യം ആലോചിക്കണം എന്നുള്ളത്. അത് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ഈ പയ്യൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എന്ത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, 2 പ്രാവശ്യം ആലോചിച്ചിട്ടേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എഴുതാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് കുട്ടി പറയുകയാണ്, ഞാൻ അച്ഛനുമായിട്ട് അത്ര ക്ലോസ് ഒന്നും ആയിരുന്നില്ല. ഓക്കെ, അച്ഛൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛൻ എനിക്കൊരു ഫിലോസഫർ ആയിരുന്നു, അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ പകർന്നു തരുന്ന ഒരാളാണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഒരു നല്ലൊരു വഴികാട്ടിയാണ് എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. കാരണം നമ്മൾ അത്രയ്ക്ക് ക്ലോസ് ഒന്നുമല്ല, എല്ലാ കാര്യങ്ങളും ഷെയർ ആയിരുന്നില്ല, ഒരു അപ്രോച്ചബിൾ ആയിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുക, ഷെയർ ചെയ്യുക, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളൊക്കെ ഞാൻ അച്ഛനോട് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അച്ഛൻ തീർച്ചയായിട്ടും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ എപ്പോഴെങ്കിലും, അച്ഛൻ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച പൈതഗോറസ് തിയറം, നമ്മളെ 90 ഡിഗ്രി ആംഗിളിലുള്ള ത്രികോണത്തെ പറ്റിയിട്ടുള്ള, മട്ടത്രികോണങ്ങളെ പറ്റിയിട്ടുള്ള ഒരു തിയറമാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ആ പൈതഗോറസ് തിയറം നമ്മുടെ കടയിൽ യൂസ് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി, 3 ലോസ് ഉണ്ട്, മെയിനായിട്ട് വരുന്ന 3 ലോസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ കടയിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഓക്കെ, അതല്ല ഇനിയിപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ ഇതുപോലെ തന്നെ പൈതഗോറസ് തിയറവും അതുപോലെ തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ ബ്രദർ ഉണ്ടല്ലോ, എൻ്റെ വലിയച്ഛൻ അല്ലെങ്കിൽ എൻ്റെ പാപ്പൻ എന്ന് പറയുന്നത്, അപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ന്യൂട്ടൻ്റെ ലോസും അതുപോലെ തന്നെ പൈതഗോറസ് സിദ്ധാന്തമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അച്ഛനോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുട്ടി ഇപ്രാവശ്യം കുറച്ചും കൂടിയും ഒന്ന് ഫ്രീ ആയിട്ടാണ് പറയുന്നത്. കാരണം ഇതുവരെ അച്ഛനോട് അത്ര ഫ്രണ്ട്ലി ആയിരുന്നില്ല. ഓക്കെ, എന്നിട്ട് അടുത്ത ലൈനിൽ പറയുന്ന, അടുത്ത പാരഗ്രാഫിൽ പറയുന്ന, പപ്പ, എൻ്റെ മുത്തശ്ശൻ പറയാറുണ്ട്, മുത്തശ്ശൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. ഒരുപാട് മാംഗോസ് പറിക്കാൻ പോവും, മാമ്പഴങ്ങൾ പറിക്കാനായിട്ട് പോവും, പേരക്ക പറിക്കാനായിട്ട് പോവും. പിന്നെ നദിക്കരയിലൂടെയൊക്കെ അവർ ഓടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള ഫുഡ്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവരുണ്ടാക്കാറുണ്ട്. പിന്നെ കോട്ടിയൊക്കെ ഇല്ലേ, കോട്ടി അല്ലെങ്കിൽ ഗോലി എന്ന് പറയില്ലേ, നമ്മൾ ഗോലി സോഡ കണ്ടിട്ടില്ലേ, അതിലൊരു റൗണ്ട് അല്ലെങ്കിൽ പെബിൾ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളിക്കും. നമ്മളവിടെ പിക്ചറിൽ കാണാൻ പറ്റും, പെബിൾസ് ഒക്കെ എടുത്ത് കളിക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഗില്ലി ഡണ്ട എന്ന് പറയുന്നത് ശരിക്ക് കുറ്റിയും കോലും കളിയാണ്. കുറ്റിയും കോലും എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലൊക്കെ പറയുക, കുറ്റിയും കോലും എന്നുള്ളൊരു കളിയാണ്. പണ്ട് ഉണ്ടായിരുന്നതാണ്, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സെയിം മാനറിൽ കളിക്കുന്നതാണ്. പക്ഷെ അത് അറിയുന്നവർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള കളി അതൊക്കെ ഉണ്ടായിരുന്നു മുത്തശ്ശൻ്റെ കാലത്ത്. പക്ഷേ
അന്നത്തെ കാലത്ത് പഠിപ്പ് എന്ന് പറയുന്നത് ഉണ്ട്. ഓക്കെ, മിക്കവാറും എല്ലാ കുട്ടികളും പണ്ട് ചെയ്തിരുന്ന എന്താ, ക്ലാസ് കഴിഞ്ഞ് വരുന്നു, നേരെ കളിക്കാനായിട്ട് ഗ്രൗണ്ടിലോട്ട് പോകുന്നു, പ്ലേ ഗ്രൗണ്ടിലോട്ട് പോകുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും ട്യൂഷന് പോകുന്നു, അല്ലെങ്കിൽ പഠിപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നില്ല. പഠിപ്പ് എന്ന് പറയുന്നത് എല്ലാതിൻ്റെയും കൂടെ, അല്ലെങ്കിൽ കളിക്കുക, അതിൻ്റെ കൂടെയൊക്കെ ഒരു പാർട്ടായിരുന്നു ഈ ഒരു പഠനം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ശരിക്കും അദ്ദേഹം നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, നമ്മുടെ രാഹുൽ ചോദിക്കുകയാണ്, അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞൊക്കെ വെറുതെ ചുമ്മാ അലക്കി വിട്ടതായിരിക്കുമോ, അല്ലെങ്കിൽ ആള് ചുമ്മാ നുണ പറഞ്ഞായിരിക്കുമോ എന്ന് ചോദിക്കുന്നു അവിടെ. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് കാരണം ആ ഒരു അത്തരത്തിലുള്ള കാഴ്ചകളോ എക്സ്പീരിയൻസോ ഒന്നുമല്ല ഇപ്പോൾ ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഇനി മുത്തശ്ശൻ വല്ല ബടായി പറഞ്ഞായിരിക്കുമോ, അന്ന് അങ്ങനെയായിരുന്നു, അന്ന് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു, കുട്ടികൾ ഗോലി കളിക്കാറുണ്ടായിരുന്നു, പേരക്കമ്മ കല്ലെറിയാറുണ്ടായിരുന്നു, മാങ്ങ പറിക്കാറുണ്ടായിരുന്നു, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറ്റിയും കോലും കളിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ മുത്തശ്ശൻ വെറുതെ പറഞ്ഞായിരിക്കും. ഓക്കെ, അതല്ല ഇനിയിപ്പോൾ ആ മുത്തശ്ശൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു 70 വർഷമായിട്ടുണ്ടാവും മുത്തശ്ശൻ്റെ കാലഘട്ടം, ആ ചെറിയ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇത്ര വേഗം നമ്മുടെ ലോകം മാറിയോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്, രാഹുൽ ചോദിക്കുന്നത്. ഇനി എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഗ്രാൻഡ് മദർ അത്രയ്ക്ക് പഠിച്ചിട്ടൊന്നുമില്ല, സെമി ലിറ്ററേറ്റ് ആണ്. അതായത് ഇലിറ്ററേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, തീരെ അക്ഷരാഭ്യാസം ഇല്ലാത്ത വ്യക്തിയല്ല. അത്യാവശ്യം കുറച്ച് എഴുതാനും വായിക്കാനൊക്കെ അറിയാം, അത്യാവശ്യം രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡീസ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും മുത്തശ്ശി അവിടെയുള്ള വീട്ടിലുള്ള ചട്ടിയും കലവും അവരോടൊക്കെ സംസാരിക്കും. ഈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, പൂക്കൾ, ഗാർഡൻ, പൂന്തോട്ടം, അതിനോടൊക്കെ നല്ല ഇഴചേർന്ന് അല്ലെങ്കിൽ അതിനോട് നല്ല രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, മുത്തശ്ശി എന്ത് ചെയ്യും, ഭഗവത്ഗീത ഒക്കെ വായിച്ചിട്ട്, നല്ല പുരാണങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, വളരെ സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അമ്മ അങ്ങനെയല്ല, അമ്മ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഹൈലി ക്വാളിഫൈഡ് ആണ്. പക്ഷേ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, ടെൻഷനുണ്ട്, നെർവസ് ആണ്, പേടിയുണ്ട്, സ്റ്റേജ് ഫ്രൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ തീരെ റെസ്റ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് സംശയം, ഇനി ഓവറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റെസ്റ്റും ഇല്ലാതെ ഇങ്ങനെ പണിയെടുക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആവുക, ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുക, പേടിയാവുക, നെർവസ് ആവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്ന് പോലും ആ കുട്ടി ചിന്തിച്ചു പോവുകയാണ്. മനസ്സിലായല്ലോ? ഇത്രയാണ്. ഇത് 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലെറ്ററിൻ്റെ ഭാഗം, ഈ ഒരു മറുപടി കത്ത് 2 ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗം. രണ്ടാമത്തത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പേജ് മറിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വിസ്ഡം ആണോ നോളജ് ആണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്? നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടി എന്താണ് തരുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. നോളജും വിസ്ഡം എന്താണെന്ന് പറയാം. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുക്കുകളിലൂടെയൊക്കെ നേടിയെടുക്കുന്ന കാര്യമാണ് നോളജ് എന്ന് പറയുന്നത്. വിസ്ഡം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അത് ബുക്കുകളിലൂടെ മാത്രമല്ല, എക്സ്പീരിയൻസിലൂടെയൊക്കെ നേടിയെടുക്കുന്ന ഒരു സംഭവമാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ റൈറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ രാഹുൽ ആ കുഞ്ഞായിട്ട് എഴുതുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അദ്ദേഹത്തിന് എന്താണ് പറയാനായിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ സിംപ്ലി അദ്ദേഹം പറയുന്നത്, നമ്മുടെ കുട്ടി പറയുന്നത്, എൻ്റെ ഒരു ദിവസമേ എൻ്റെ റോസ് പ്ലാന്റ്, എൻ്റെ റോസാപ്പൂവിൻ്റെ ചെടി ആകെ ഉണങ്ങി കരിഞ്ഞു പോകാനായി. ആ സമയത്ത് എൻ്റെ ടീച്ചർക്ക് എല്ലാം അറിയാലോ, ബോട്ടണി എടുക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറോട് പറഞ്ഞു. അപ്പോൾ കാരണം എനിക്ക് മനസ്സിലായി ഇങ്ങനെ കീടങ്ങളെ കൊണ്ടുള്ള എന്തോ പ്രശ്നമെന്ന് മനസ്സിലായി. അപ്പോൾ ടീച്ചറോട് പോയി ചോദിച്ചു, എന്താ ചെയ്യണ്ടേ ടീച്ചർ, എൻ്റെ അങ്ങനെ ചെടി ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ടീച്ചറാണ് പെസ്റ്റിസൈഡിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കീടനാശിനിയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത്. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞേ, നമ്മുടെ ഗാർഡനർ ഇല്ലേ, നമ്മുടെ പൂന്തോട്ടമൊക്കെ നോക്കുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടനോട് ചോദിച്ചു നോക്കി, ആ ചേട്ടൻ നല്ല രീതിയിൽ പറഞ്ഞിരുന്നു പറഞ്ഞു. കാരണം ഈ ടീച്ചർ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ടീച്ചർക്ക് അറിഞ്ഞുകൂടി ഇത് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, കീടനാശിനി എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്ന് ടീച്ചർക്ക് അറിയുന്നില്ല. അപ്പോൾ ഒരു ടീച്ചറിനെ ഒരു കളിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇപ്പോഴത്തെ ടീച്ചർമാർ ആ ഒരു രീതി കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് കുട്ടി പറയുന്നു, എനിക്കൊരിക്കലും എന്തുകൊണ്ട് ആപ്പിൾ നിലത്തേക്ക് വീണു, അത് മേലോട്ട് പോയില്ല എന്നതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആർക്കിമിഡിസിൻ്റെ പ്രിൻസിപ്പിളൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പഠിക്കേണ്ടത്, എനിക്ക് സിമ്പിളായിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. കാരണം എൻ്റെ റോസാപ്പൂ ചെടി കരിഞ്ഞു പോകുന്നു. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഫ്യൂസ് പോയി, അതെങ്ങനെ എനിക്ക് റിപ്പയർ ചെയ്യണം? ഓക്കെ, ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, ഫ്യൂസ് ഇതാണ്, ഫ്യൂസ് ഇതൊക്കെയാണ്, ഇതിൻ്റെ ടിന്നും ലെഡും കൊണ്ടാണ് ഫ്യൂസിൻ്റെ വയറുണ്ടാക്കിയിട്ടുള്ളത്, ഇതൊരു അലോയാണ്, ബൾബിൻ്റെ ഉള്ളിൽ ടങ്സ്റ്റൺ ഇതൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി ടീച്ചറോട് ചോദിക്കുകയാണ്, നമ്മളൊരു ടീച്ചറോട് ചോദിക്കുകയാണ്, എങ്ങനെ ടീച്ചറെ ഫ്യൂസ് വയർ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ടീച്ചേഴ്സിനും അറിയുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞ് പറയുന്നത്,
അച്ഛനോട് പറയുന്നത്. അപ്പം അന്ന് ഞാൻ ആ ഒരു ഡൗട്ട് ചോദിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞു ആ ഗാർഡനറിനോട് പോയി ചോദിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം അറിവൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് എന്തുണ്ട്, എക്സ്പീരിയൻസിലൂടെയുള്ള അറിവുണ്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫ്യൂസ് കെട്ടാനായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് പഠിക്കേണ്ടത്. പിന്നെ സ്വന്തമായിട്ടൊരു ടേബിൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡെസ്ക് ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള സിമ്പിളായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് എനിക്ക് പഠിക്കേണ്ടത്. അല്ലാണ്ട് ഹൈപ്പോട്ടിന്യൂസ്, റാഷണൽ സ്ക്വയർ, ഇതൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ 90 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള വശത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള അളവുകളോ കാര്യങ്ങളോ ഇതൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സിമ്പിളായിട്ട് എൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ അത്തരത്തിലുള്ള നോളജ് എനിക്ക് കിട്ടുന്നില്ല. നെക്സ്റ്റ് പറയുന്നത്, ഞാൻ ഒരിക്കൽ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശിക്ക് എങ്ങനെ ഇത്ര അറിവുകൾ കിട്ടിയേ? ഭഗവത്ഗീത ഒക്കെ വായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ അമ്മയേക്കാൾ ഒരുപാട് ജ്ഞാനം മുത്തശ്ശിക്ക് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞത് തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ്, ശരിക്കും നമ്മൾ ജീവിക്കുന്നത്, ശരിക്കും ഇതൊരു ജീവിതമാണോ? നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ ന്യൂട്ടൺ ഉണ്ടല്ലോ, ഈ ലോസ് ഓഫ് ഗ്രാവിറ്റി ഒക്കെ കണ്ടുപിടിച്ചുള്ള ന്യൂട്ടൺ, അദ്ദേഹം എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ പോലും എനിക്ക് എന്ത് ചെയ്യില്ല, എനിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഞാൻ കംപ്ലീറ്റ്ലി ഇൻഡൾജഡ് ആയിട്ടുള്ളത് എന്തിലാണ്, എൻ്റെ സ്റ്റഡീസിലാണ് ഞാൻ ആകെ ബിസി ആയിരിക്കുന്നത്. അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലി കണ്ടു കഴിഞ്ഞാൽ അറിയോ, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ ന്യൂട്ടൻ്റെ മുഖവും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് മുന്നത്തെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഡെവലപ്ഡ് ആയിട്ടുള്ള സിസ്റ്റം അല്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ കുഞ്ഞ് പറയുന്നത്, എനിക്കിപ്പോൾ ന്യൂട്ടൻ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പോലും എനിക്ക് ന്യൂട്ടനെ തിരിച്ചറിയാൻ പറ്റില്ല, കാരണം ഞാൻ കൂടുതലായിട്ട് സ്റ്റഡീസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുഞ്ഞ് പറയുന്നുണ്ട്, ടീച്ചർ പഠിപ്പിക്കുന്നത് എന്താണോ അതാണ് ശരി എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ഒരു കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിബിസ്കസ്, ചെമ്പരത്തി പൂവിൻ്റെ നിറം ചുവപ്പാണ്, ചെമ്പരത്തി പൂവിൻ്റെ നിറം ചുവപ്പാണ്, ചെമ്പരത്തി പൂവിൻ്റെ നിറം ചുവപ്പാണ്, ചെമ്പരത്തി പൂവിൻ്റെ നിറം ചുവപ്പാണ്, ചെമ്പരത്തി പൂവിൻ്റെ നിറം ചുവപ്പാണ് എന്നിങ്ങനെ പഠിച്ചുകൊണ്ട് അവൻ സ്കൂളിൽ പോയി എക്സാമിന് എഴുതാൻ പോകുന്ന സമയത്ത് അവൻ എന്തെഴുതും, ചെമ്പരത്തി പൂവിൻ്റെ നിറം മഞ്ഞയാണ് എന്ന് എഴുതി പോകും. കാരണം അവന് ഓർത്ത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ചെമ്പരത്തി പൂവ് ശരിക്കും എന്ത് ചെയ്താൽ മതി, എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും പഠിക്കാതെ തന്നെ നമുക്കറിയാം ചെമ്പരത്തി പൂവ് സാധാരണ ചുവപ്പാണ്, ചെമ്പരത്തി പൂവുകളുണ്ട്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം പറയുന്നത്. ഓക്കെ. സോ നമ്മൾ 100 കണക്കിന് പ്രാവശ്യം പറഞ്ഞു പഠിച്ചിട്ട് കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് ശരിക്കും എന്ന് പറയുന്നത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന അറിവെന്ന് പറയുന്നത്. ഓക്കെ. എന്നിട്ട് കുഞ്ഞ് പറയുന്നുണ്ട്, എനിക്ക് നഷ്ടപ്പെട്ടത് 4 മാർക്കാണ് നഷ്ടപ്പെട്ടത്. അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഒരു ചെറിയൊരു സെൻറ്റൻസ്, ആ ഒരു സെൻറ്റൻസോട് പറയുന്നുണ്ട്, ഐ വാസ് ഇൻവൈറ്റഡ് ടു ടീ എന്നാണ് ഞാൻ എഴുതിയത്. പക്ഷേ ടീച്ചർ പറഞ്ഞു ഐ വാസ് ഇൻവൈറ്റഡ് ഫോർ എ ടീ. ആ എ ടീ എന്നുള്ളത് മാറ്റിയിട്ട് ഫോർ എ ടീ വേണം എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇതൊരു ഗ്രാമറിൻ്റെ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് പോയത്. അപ്പോൾ ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഒരു 4 മാർക്ക് കുറച്ചു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, സെക്കൻഡായി പോയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടി പറയുന്നു, ഇപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നത് എന്താണോ അതാണ് നമ്മൾക്ക് വേദവാക്യം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീച്ചർ പറയുകയാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോർജ് ബുഷാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളും അത് തന്നെ പഠിക്കും. അതുപോലെ തന്നെ ടീച്ചർ പറയുകയാണ് എർത്ത് ഫ്ലാറ്റ് ആണ്, റൗണ്ട് അല്ല, അല്ലെങ്കിൽ ജിയോയിഡ് ഷേപ്പ് അല്ല, എർത്ത് ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അത് തന്നെ വിശ്വസിക്കും. അതുപോലെ തന്നെ ടീച്ചർ പറയുകയാണ് സൂര്യൻ ഉദിക്കുന്നത് കിഴക്കല്ല പടിഞ്ഞാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അത് വിശ്വസിക്കും. ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത് അത് തന്നെ പറയണം, അല്ലെങ്കിൽ അവരതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൂടി അത് പറയുന്നുണ്ട്. കാരണം ഈ ഒരു 2, 4 എന്നുള്ളതിന് വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എങ്കിൽ കൂടി ടീച്ചർ ഉദ്ദേശിച്ച ആൻസർ 4 ആണ്. സിംപ്ലി ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു കൂളംസ് ലോ എടുക്കുന്ന സമയത്ത് ഞാൻ കൂളംസ് ലോ ഒക്കെ എടുത്ത് ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ഈക്വേഷനൊക്കെ എഴുതി ആൻസറും പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഒരു കുട്ടിക്ക്. അപ്പോൾ ഈ കുട്ടി ക്ലാസ്സിൽ പോയി, +2 പഠിക്കുന്ന കുട്ടിയാണ്, ക്ലാസ്സിൽ പോയി എക്സാം മാർക്ക് കിട്ടിയപ്പോൾ 2 മാർക്ക് കുറവ്. ഓക്കെ. അപ്പോൾ ഞാൻ കുട്ടീനോട് ചോദിച്ചു, അത് എഴുതിയതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ കുട്ടി പറഞ്ഞു ഇത് എഴുതിയിട്ടുണ്ട്, കറക്റ്റാണ്, ആൻസർ കറക്റ്റാണെന്ന് പറഞ്ഞു. പക്ഷേ ടീച്ചർ പറഞ്ഞു ഈ രീതിയിലല്ല എഴുതേണ്ടത്, ഞാൻ പഠിപ്പിച്ച രീതിയിലാണ് എഴുതേണ്ടത്, അതുകൊണ്ട് മാർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു. സോ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് ടീച്ചേഴ്സ് എന്താണോ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഈ ഒരു ഉത്തരം കിട്ടണം എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുത്താലേ അവർ മാർക്ക് തരുള്ളൂ എന്നാണ് പറയുന്നുണ്ട്. ഐ ഷാൽ കീപ് യുവർ അഡ്വൈസ് ഇൻ മൈൻഡ് ആൻഡ് ട്രൈ നോട്ട് ടു ലൂസ് എനി ക്വാർട്ടർ മാർക്സ് ആസ് ഓൾവേസ്. അവസാനം പറയുന്നു, ഇനി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരൊറ്റ 1/4 മാർക്ക് പോലും ഞാൻ ഇനി കളയില്ല, ഞാൻ കംപ്ലീറ്റ് ആയിട്ട്
എഴുതിക്കോളാം എന്നാണ് നമ്മുടെ കുഞ്ഞ് പറഞ്ഞിട്ട് കുഞ്ഞ് ഈ ഒരു കത്ത് അവസാനിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സെൻറ്റൻസ് കൂടിയും ഒരു മെസ്സേജ് കൂടി എഴുതിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കത്ത് അവസാനിപ്പിക്കുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മീൻസ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മറ്റ് പറയുന്ന ഗ്രാമർ ടേംസ്, ഇതെല്ലാം തന്നെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു.